ഹലോ, ഇത് ആറാട്ട് കഴിഞ്ഞ് വരുന്ന മഹാദേവനെ സ്വീകരിക്കാനിരിക്കുകയാണേ. കുന്നിക്കുഴി പൗരസമിതിയും നാട്ടുകാരും എല്ലാവരും മഹാദേവനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടിരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. പ്രാർത്ഥനയോടെ ഭയങ്കര ഒരു പ്രത്യേക സന്തോഷമാണ് ഈ ഒരു ദിവസം നമുക്ക്. നമ്മൾ ഫ്ലെക്സൊക്കെ മഹാദേവൻ്റെ വലിയ ഫോട്ടോയൊക്കെ വെച്ച് ഫ്ലെക്സൊക്കെ അടിച്ച് 5 പറയൊക്കെ സെറ്റ് ചെയ്താണ് എല്ലാ പ്രാവശ്യവും മഹാദേവനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. മഹാദേവർക്കൊരു സ്വീകരണം കൊടുക്കാതെ നമുക്കൊരിക്കലും ഇവിടുന്ന് മഹാദേവനെ അമ്പലത്തിലോട്ട് കൊണ്ടുചെല്ലാൻ പറ്റത്തില്ല. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഗാനമേളയൊക്കെ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു പ്രോഗ്രാം നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നതാണ്. കണ്ടോ, എല്ലാവരും വന്ന് അത് കാണാൻ ഒരുപാട് ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വന്നായിരുന്നു. ഇത് സന്ധ്യ കഴിഞ്ഞ് ഉള്ള സമയമാണ്. ഒരുപാട് നിന്ന് ആൾക്കാരെല്ലാം വന്ന് എല്ലാവരും കണ്ടോ, എത്ര നേരം വേണമെങ്കിലും അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും മഹാദേവനെ കാണാനായിട്ട്. മഹാദേവൻ എത്താറായി. അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ മഹാദേവനെ സ്വീകരിച്ചുകൊണ്ട് ജംഗ്ഷനിലോട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പോവുകയാണ്. വേണ്ട മഹാദേവർ എത്തിക്കഴിഞ്ഞു. താലപ്പൊലിയും എല്ലാമായിട്ട് അമ്മമാരും കുഞ്ഞുമക്കളും ചേച്ചിമാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് കടയ്ക്കാടെന്ന് പറയുന്ന ഒരു ആറാട്ട് കട ഉണ്ട്. അവിടെ നിന്നാണ് ഈ ആറാട്ട് കഴിഞ്ഞ് മഹാദേവൻ വരുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന മതിലെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നില്ലേ, അതാണ് ഞങ്ങളുടെ കുടുംബം. ഒരു 5 വർഷത്തോളം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേറെ വീട് വെച്ച് മാറിയത്. അപ്പോൾ അവിടെ പപ്പയും മമ്മിയും അനിയനും അനിയത്തിയൊക്കെ ഉണ്ട്. കണ്ടോ എല്ലാവരും വരുന്നത്. എൻ്റെ അമ്മ ഈ കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അമ്മ അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരെയും ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് പേരെയൊക്കെ കണ്ട്. അപ്പോൾ അമ്മ എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഞാൻ അറിഞ്ഞതുമില്ല വരുന്നെന്ന്. ഈ തിരക്കിനിടയ്ക്ക് വിളിക്കാനും പറ്റിയില്ല. അമ്മ പിന്നെ അവിടെ നിന്നേ നടന്നു വരുമായിരുന്നു കടയ്ക്കാട്ട്. ഇതാണ്ട് സുനിത ചേച്ചി, പിന്നെ ഇപ്പം മിനി ചേച്ചി വരുന്നുണ്ട്. അവരെയൊക്കെ ഞാൻ കണ്ടു. മമ്മി വരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ വേണ്ട മിനി ചേച്ചി വരുന്നു. അങ്ങനെ എല്ലാവരും താലപ്പൊലിയൊക്കെ കഴിഞ്ഞ് ഇനിയുണ്ട് ആണ്ട വരുന്നു. കേട്ടോ, ആ മഹാദേവർ എത്തിക്കഴിഞ്ഞ് കേട്ടോ. 3 ആനപ്പുറത്താണ്, 3 ആനകളുടെ അകമ്പടിയോടാണ് മഹാദേവർ വരുന്നത്. കണ്ടോ, എന്ത് സന്തോഷമാണെന്നറിയോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ. അല്ലാതുള്ള വീഡിയോ ഞാൻ എടുത്തായിരുന്നു, അത് കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ബലൂൺ ദേവനെ വാങ്ങിച്ചു കൊടുത്ത് അന്ന് തന്നെ അത് കളഞ്ഞു. പിറ്റേ ദിവസം വാങ്ങിച്ചു. അതെല്ലാം ഇതിലെ ഹൈഡ്രോജൻ ഇതല്ലേ, അതൊക്കെ പറന്നു പോകും. അതെ, അതെല്ലാം കഴിഞ്ഞിട്ട് മോള് പാർവതി ചേച്ചിയുടെ കൂടെ പോവുകയാണ് അമ്പലത്തിലോട്ട്. ഞങ്ങളിത് കഴിഞ്ഞ് അമ്പലത്തിലും പോകും. അമ്മയായിരുന്നു എൻ്റെ അവിടെ നിന്നത് കേട്ടോ, കണ്ടായിരുന്നോ? എൻ്റെ ആങ്ങളെയാണ് ഇത്. ദേവന് കണ്ടോ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും അടിച്ച് വിളിക്കുക. ഇതുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് അമ്പലത്തിൽ പോവേ. മോള് അവരുടെ കൂടെ പോയി. ഇനി വിളിക്കാൻ പോകണം. 1 മണിയായി മഹാദേവർ അമ്പലത്തിലോട്ട് കയറിയപ്പോൾ. ഇത് അടിച്ചുപൊളിയായിരുന്നു. അടിച്ചുപൊളിപ്പാട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇവർ ഡാൻസ് ചെയ്യത്തുള്ളൂ. ആണ്ട വരുന്നത്, ആണ്ട കണ്ടോ. ഓ, ഒന്നും പറയണ്ട. അങ്ങനെ ഞങ്ങൾ പിന്നെ അമ്പലത്തിലെത്തി. കണ്ടോ മഹാദേവർ പോകുന്നത്. ഇതുപോലെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ മഹാദേവനെയൊക്കെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. അമ്പലത്തിൽ ചെന്നോണ്ടേ ഇത് കാണാൻ പറ്റിയേ. ഞങ്ങൾ സാധാരണ അങ്ങനെ പോകുന്നതല്ല, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ. ഇപ്രാവശ്യം പക്ഷേ പോയി. കണ്ടോ, അങ്ങ് വരെ ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. വിളക്കൊക്കെ കൊളുത്തി എല്ലാവരും ഉണ്ട്, നാട്ടുകാരെല്ലാവരും ഉണ്ട് അമ്പലത്തിൽ. അങ്ങോട്ടുണ്ട് കേട്ടോ. അങ്ങനെ ശ്രേയയും മാളൂനെയും പാർവതി ചേച്ചിയൊക്കെ കണ്ട്